കൃഷ്ണയുടെ കഴുത്തിലെ താലി ചോദിക്കുമ്പോ എന്താവോ ഈശ്വര. വേറെന്തെങ്കിലും കാരണം പറഞ്ഞോ? ആ പറഞ്ഞു. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ പറഞ്ഞേ? അത് പറയ്. നവീൻ ഏതോ ഒരു വലിയ പ്രോപ്പർട്ടി വാങ്ങാൻ പോകുന്നുണ്ടെന്ന്. അതിന്റെ എഗ്രിമെന്റും അഡ്വാൻസും ഈ കളരിക്കൽ തറവാട്ടിൽ വെച്ചാണ് നടക്കുന്നത് അത്രേ. ആ പ്രോപ്പർട്ടിയുടെ ഇടനിലക്കാരി കൃഷ്ണയാണത്രേ. അതുകൊണ്ടാ അവള് കൂടെ വന്നതെന്ന്. ചിലപ്പോ അത് സത്യമായിരിക്കും. മമ്മി എത്ര സിമ്പിൾ ആയിട്ട് ഇതൊക്കെ പറയുന്നേ. നവീന് പ്രോപ്പർട്ടി വാങ്ങിച്ചു കൊടുക്കാൻ അവൾ ആരാ? വന്ന് കയറുന്നത് കളരിക്കലേക്കാണെന്ന് അവൾക്ക് അറിയില്ലേ? അവളെ ഞാൻ കാണുന്ന അവൾക്ക് ഓർമ്മയില്ലേ? അപ്പോ കരുതി കൂട്ടിന്നല്ലേ പറയാൻ പറ്റൂ. അവളുടെയും ആ മോളിക്കുട്ടിയുടെയും കൂടെ വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്. ഏതോ ഒരു അനിയ സാറ്. മമ്മി, ഞാൻ ഇവിടെ മുറി അടച്ച് പൂട്ടിയിരിക്കുക. എന്താ ഞാൻ ചെയ്യേണ്ടത്? എല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ? മോളെ, നിന്റെ മനസ്സൊന്ന് നേരെയായിട്ട് വന്നതല്ലേ? പറഞ്ഞ സത്യമാണെങ്കിൽ അവരാ പ്രോപ്പർട്ടി ബിസിനസ് എല്ലാം കഴിഞ്ഞിട്ട് പൊയ്ക്കോളും തിരികെ. അതിനിടയിൽ എന്നെ ആരെങ്കിലും കണ്ടാലോ? കാണാതെ നോക്കണം. ഇതൊരു അവസാന പരീക്ഷണമായിട്ട് കരുതണം. ഒച്ച വെച്ചാലോ ബഹളം ഉണ്ടാക്കിയാലോ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്ന നവീനെ ആയിരിക്കും, എന്നേക്കുമായിട്ട്. മമ്മി, ഞാനൊന്ന് പറയുന്ന കേക്ക് മോളെ. മമ്മി എന്താന്ന് വെച്ചാ ചെയ്യ്. ചിലപ്പോ ഞാൻ ഇവിടെ കിടന്നങ്ങ് ചാവും. മോളെ, എല്ലാം കുഴഞ്ഞു മറിഞ്ഞല്ലോ സിനി. ഇതുവരെ നേരിട്ട പ്രശ്നങ്ങളെക്കാൾ ഭീകരമാണ് ഇപ്പൊ കൺമുന്നിൽ വന്ന് നിൽക്കുന്നത്. ഗാഥ കളരിക്കലുള്ളപ്പോ കൃഷ്ണ അവിടെ എത്തിയെന്നുള്ളതൊരു കാര്യം. കൃഷ്ണയുടെ കൂടെയുള്ളത് ആരെന്നറിയോ? അനിയൻ സാർന്ന് വിളിക്കുന്ന ശ്രീനിവാസ്, ഗാഥമോളുടെ പപ്പ. മാം, ശ്രീനിവാസ് ഗാഥയെ കണ്ട പ്രശ്നമാണ്. ശ്രീനിവാസ് ആരാണെന്ന് ഗാഥ തിരിച്ചറിഞ്ഞ അത് അതിലും വലിയ കുഴപ്പാ. ഒരു പരിഹാരം എന്റെ മനസ്സിൽ തോന്നുന്നില്ലല്ലോ. ഞാൻ കളരിക്ക് വരെ ഒന്ന് പോവാ. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയേ പറ്റൂ. മാം അവിടെ പോയ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയല്ലുള്ളൂ. അതിലും നല്ലത് പ്രത്യേകിച്ചൊന്നും തിരിച്ചറിയാതെ അയാൾ പോകുന്നതല്ലേ നല്ലത്. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ എന്ത് മനസമാധാനത്തോടെ ഞാൻ ഇവിടെ ഇരിക്കുക? എത്ര നാളായി സിനി ഇങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ എന്നെ ചുറ്റി വരിയാൻ തുടങ്ങിയിട്ട്. മടുത്തു, എനിക്ക് ശരിക്കും മടുത്തു. വായിച്ച് ബോധ്യപ്പെടാം. മണിക്കുഞ്ഞെ, പൂജയ്ക്ക് പോയ മോളെ ഇതുവരെയും കണ്ടില്ലല്ലോ. പേടിക്കണ്ട സാർ, ഇവിടുത്തെ നാഗപൂജയിൽ പങ്കെടുക്കുന്നതേ ആയുസ്സുള്ളിടത്തോളം നല്ലതാ. ഈ സാറിന് ഇത് എന്തിന്റെ കേടാ? വെറുതെ ഒരു ഓട്ടോക്കാരിയെ സെറ്റ് സാരി ഉടുപ്പിച്ചോണ്ട് വരിക, എന്നിട്ട് മോളെ നിന്ന് വിളിക്കുക. മനുഷ്യന് വിശാല മനസ്കതയാവാം, പക്ഷെ ഇത്രയ്ക്ക് വേണ്ട. എന്താ മണിക്കുഞ്ഞെ, എന്തോന്നാ ഈ ആലോചിക്കുന്നേ? അല്ല സാറേ, പൂജയിൽ പങ്കെടുക്കണമെന്ന് സാറിനും ആഗ്രഹം കാണുമല്ലോ. പ്രമാണം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടം വരെ ഒന്ന് പോകാമായിരുന്നു. ആ, അത് സന്തോഷമുള്ള കാര്യം തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തരം ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ട് കുറേ കാലമായി. അത് ഇന്നങ്ങ് തീരട്ടെ. അത് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബവും നാഗാരാധനയിൽ വിശ്വസിക്കുന്നവരാ. ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട ദൈവം നാഗദേവത തന്നെയാ. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ അല്ലേ സാറേ? രജിസ്ട്രേഷൻ പൂജ ഒന്നിച്ചൊക്കെ നടക്കുമല്ലോ. ഇനി ഭർത്താക്കന്മാർ കുങ്കുമത്തട്ടെടുത്ത് ഭാര്യമാരുടെ തലയിൽ അണിയിക്കണം.
ഈശ്വര. താലി എവിടെ? നീ പണയം വെച്ചാ? നീ പണയം വെച്ചാ? കൃഷ്ണയുടെ കഴുത്തിലെ താലി ചോദിക്കുമ്പോ എന്താകൂ ഈശ്വര. ഈശ്വര, കൃഷ്ണമോള് താലി അഴിച്ചിട്ടില്ല. അത് നാഗദൈവങ്ങൾ ബന്ധിച്ച താലിയാമേ, മാറ്റാനാവില്ല. പൂജകൾക്കൊടുവിൽ ദിവ്യനാഗത്തിന്റെ വരവുണ്ടാവും. നോക്കിയിരുന്നോളൂ. എന്റെ നാഗദൈവങ്ങളെ രക്ഷിക്കണേ.